അച്ഛൻ ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വരാൻ. ഇങ്ങോട്ട് വാ. എങ്ങോട്ടാടാ നീ എന്നെ വലിച്ചോണ്ട് പോണത്? എനിക്ക് പൂജയുള്ളതാ. പൂജ? അച്ഛൻ അത് കണ്ട? ഇത് പന്തലല്ലേ, കെട്ടെത്തിയിരുമ്പോൾ മനോഹരമായിരിക്കും. അതെ, കെട്ടിക്കഴിയുമ്പോ മനോഹരമായിരിക്കും. അവരെ തമ്മിൽ പിരിക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി? പിരിക്കാവിടാ. പിരിയും. നാളെ അവര് കയറ് പോലെ പിരിയും. അവരുടെ ഫസ്റ്റ് നൈറ്റാ നാളെ. എടാ നീ വിഷമിക്കാതിരിക്കേ. എന്റെ അവസാനത്തെ പ്രയോഗമായി ഇന്നിവിടെ നടക്കാൻ പോകും. ഇതിന് വിജയിച്ചില്ലെങ്കിൽ അച്ഛന്റെ അവസാനമായിരിക്കും പറഞ്ഞേക്കാം. എടാ പരമദ്രോഹി, ഇനിയിപ്പോ എന്ത് കൂടോത്രം ചെയ്യാൻ പോകുന്നത്? കൂടോത്രം റിവേഴ്സ് അടിക്കുന്നതുകൊണ്ട് ഞാനൊന്ന് മാറ്റി ചിന്തിച്ചു. 1000 വർഷം പഴക്കമുള്ള താളിയോല ഗ്രന്ഥത്തിൽ നിന്ന് ഞാൻ ചൂണ്ടിയ ഒരു ഒറ്റമൂലിയ ചിത്തഭ്രമം ഉണ്ടാക്കുന്ന തുള്ളി മരുന്ന്. ഇതിൽ 3 തുള്ളി വെള്ളത്തിൽ ചേർത്ത് കൊടുത്താൽ 1 മണിക്കൂർ കഴിയുമ്പോൾ കല്യാണ ചെറുക്കൻ ചെമ്പരത്തിപ്പൂ ചെവിയിൽ തൂടി പിടിച്ചോ. അയ്യോ, ഇറക്കി ഓരോരുത്തർ ഇറക്കി. പതിനടിച്ചോ. നമസ്കാരം. പകച്ചു നോക്കിയൊന്നും വേണ്ട, ഞാൻ സസ്പെൻഷനില്ല. പക്ഷെ ഇത്ര ആളുണ്ടല്ല, ഓവർലോഡായിട്ടും പിടിച്ച മോശമല്ലേന്ന് കരുതി. അതെ, ഇതിനൊന്നും പിടിച്ചവനെ. എന്ത് സൈലന്റ് ആയിട്ടാ പിള്ളേര് പോണേ. നമസ്കാരം. എന്റെ പേര് ദേവാരുണ്യം നമ്പൂരിപ്പാട് തന്നെ എല്ലാവരും വിളിക്കാറ്. അല്ല, ഇയാള് കല്യാണം കൂടാൻ വന്നതോ അതോ കള്ളനെ പിടിക്കാൻ വന്നതോ? നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. 52 രൂപ ഉണ്ടായിരുന്ന കരിമീൻ ഇപ്പൊ 85 രൂപയാണ്. ഇക്കണക്കിന് എങ്ങനെ ജീവിക്കാം? പക്ഷെ കുടമാറ്റം നന്നായത് പാറമേക്കാവിന്റെ ആണെങ്കിലും വെടിക്കെട്ട് നന്നായത് തിരുവമ്പാടിരിയാ. ആ കാര്യത്തിൽ താൻ എന്നോട് വാദിക്കണ്ട എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ചാരായ നിരോധനം AK ആന്റണി മാറ്റുന്ന പ്രശ്നമില്ല. ആ ഒറ്റ കാര്യത്തിൽ മാത്രമാണ് എനിക്ക് പ്രതിഷേധം. വെറുതെ കണ ഗുണാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? കാശ്മീർ പാകിസ്ഥാൻ കൊടുത്ത ആ പ്രശ്നം തീർന്നില്ലേ? എപ്പോഴും തീറ്റയുടെ കാര്യം മാത്രമല്ല ഉള്ളല്ലേ. അടപ്രഥമൻ, ചക്കപ്രഥമൻ, കടലപ്രഥമൻ, ഒരു പൂവമ്പഴ കൂടെ ഉണ്ടെങ്കിൽ സദ്യ ഉഗ്രൻ. ഈ 4 പാട്ടും യേശുദാസ് പാടി തന്നെയാ. അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. ഒരു പാട്ട് ജയചന്ദ്രന് കൊടുത്തുകൂടെ? വേണ്ട വേണ്ട വേണ്ട, ഞങ്ങൾക്ക് ശാപ്പാട് പിന്നെ മതി ഞാൻ പറഞ്ഞു അല്ലേ. അങ്ങനെയാണെങ്കിൽ കഥനിക്ക് തീ കൊടുത്തോട്ടെ കേട്ടാ. ഇവന്മാരുടെ 2 പേരുടെ ഡ്രൈവർ അടിച്ചു പോയി. ഒരു പ്രാവശ്യം ചാപ്പാട് വേണ്ടെന്ന് പറഞ്ഞു. 4 പാട്ട് യേശുദാസ് എന്നെ പാടിയത്. പറഞ്ഞ മനസ്സിലാണ്ടേ? ഇതിന് ചെവി കേട്ടൂടെ പൊട്ടനാ. സദ്യക്ക് കംപ്ലൈന്റ് വല്ലതും ഉണ്ടെങ്കിൽ പറയണ കേട്ടോ. നീ കഴിക്കണില്ലേ? എനിക്ക് കഴിക്കുന്നതിനേക്കാൾ കഴിപ്പിക്കുന്നത് അമ്മാവ ഇഷ്ടം. കഴി ചേട്ടൻ പോയി ആ മോർണിംഗ് എടുത്തോണ്ട് വന്നേ. ഗ്ലാസ് ഒക്കെ ഞാൻ കൊടുക്കാം. ചെല്ല്. വെള്ളം ഞാൻ പറയുന്നത് കേക്ക്. വെള്ളം ഇറക്കരുത്. നിനക്കെന്താ പ്രാന്ത് പിടിച്ചില്ല? പക്ഷെ പിടിക്കും. ഇത് റിവേഴ്സ് അടിച്ച ഒറ്റമൂലി ചേർത്ത വെള്ളം ഇത്. ചിത്തഭ്രമം ഛർദിക്ക്. എല്ലാരും ശരിക്കും കണ്ടു. ഇനി ഈ രൂപത്തിൽ എന്നെ കാണാൻ പറ്റിയത് വരികയില്ല. എന്റെ ചാണ്ടൻ സ്വാമി. എന്തൊരു ശ്മശാനം മൂകത. അച്ചാച്ചൻ മരിച്ചിട്ട് ഇപ്പൊ 12 വർഷമായി കാണും. ഒന്ന് വഴിമാറി കൊടുക്ക ചേട്ടന്മാരെ. ഊണ് പിന്നെ കഴിച്ചോളാമേ. ഒരു കിളി ചെവിടകത്ത് കയറിപ്പോയാ. 2 കിളി ഇതിന്റെ അകത്തേക്ക് കയറിയല്ലോ. മാളു, നീ
എന്താ ഈ കാണിക്കുന്നത്? ഞാൻ ഇതില്ലാതെ മറ്റൊരു വഴി കാണുന്നില്ല ജോജി. നാളെ കല്യാണം നടക്കില്ലെന്നും നമ്മൾ സുഹൃത്തുക്കൾ മാത്രമാണെന്നും എല്ലാവരും അറിയുമ്പോൾ ഉണ്ടാവുന്ന ഷോക്ക് എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല ജോജി. മാളു ജീവിതം അവസാനിപ്പിച്ച ഇതിനെല്ലാം പരിഹാരമാവോ? ഒരു കാര്യം ചോദിച്ചോട്ടെ, നീ ഇപ്പോഴും ആനന്ദിനെ സ്നേഹിക്കുന്നുണ്ടോ? അനുവിനെ മറക്കാൻ ജോജിക്ക് കഴിയോ? ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും ഒരിക്കലും ഉത്തരം ഉണ്ടാവില്ല. ഞാൻ പറയുന്ന സമാധാനമായിട്ട് കേൾക്കണം. സത്യം ഇനിയെങ്കിലും എല്ലാവരോടും തുറന്നു പറഞ്ഞ് നീ മറ്റൊരു വിവാഹത്തിന് സമ്മതിക്കണം. ഇനി ഈ ജീവിതത്തിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഒരു നിമിഷത്തെ ബുദ്ധിശൂന്യതയിൽ മരണത്തെക്കുറിച്ച് ചിന്തിച്ചു പോയെങ്കിലും ഇപ്പൊ ഞാൻ മനക്കരുത്തോടെ ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കുന്നു. ഈ രാത്രി ജോജി ഇവിടുന്ന് രക്ഷപ്പെടണം. കുറച്ചു കാലം കൊണ്ട് ആനന്ദ് എനിക്ക് തന്ന സ്നേഹം അത് മാത്രം മതി ഇനി എനിക്ക് ജീവിക്കാൻ. അന്ന് നിന്നെ കണ്ടപ്പോ നീ ആരാണെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല. പക്ഷെ ഇന്ന് ഞാനിവിടെ കാത്തു നിന്നത് നീ ആരാണെന്ന് എല്ലാവരും അറിയിക്കാൻ തന്നെയാണ്. പറ, നിനക്കെന്താ വേണ്ടത്? നിന്നെ എനിക്ക് വേണം. ഇപ്പോഴും നിന്നെ മാത്രം പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ജീവിതം തകരാതിരിക്കാൻ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുന്നിൽ അവളൊരു പരിഹാസപാത്രമായി ഇന്ന് മാറും. നീയാണതിന് കാരണം. ചതിക്കായിരുന്നു ഇവനെ പെൺകുട്ടിയെ. നിർത്ത്. നീ ഉദ്ദേശിക്കുന്ന പെൺകുട്ടി മാളവികയാണെങ്കിൽ അവളെ ഞാൻ സ്നേഹിച്ചിരുന്നു. എന്റെ ജീവന് തുല്യം. പക്ഷേ എന്നെ പൂർണ്ണമായി മനസ്സിലാക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. യെസ്, ഒരുപാട് സ്നേഹിച്ച എന്നെ ഉപേക്ഷിച്ച് അവൾ പോയി. ഒരു തെറ്റും ചെയ്യാത്ത എന്നെ ഒറ്റ ദിവസം കൊണ്ട് മറന്നു അവൾ. സത്യം എന്താണെന്ന് അറിയാൻ പോലും ശ്രമിക്കാതെ അവൾ മറ്റൊരു കല്യാണത്തിന് സമ്മതിച്ചു. നീ എന്തൊക്കെയാ പറയുന്നത്? സത്യം, ഞാൻ അറിഞ്ഞ സത്യം. പരസ്പരം ചേരാത്ത രണ്ട് കുടുംബങ്ങളായതുകൊണ്ട് ഞങ്ങൾ രജിസ്റ്റർ മാരേജ് ചെയ്യാൻ തീരുമാനിച്ചെങ്കിലും തലേ ദിവസം രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അമ്മയോടെങ്കിലും എല്ലാം തുറന്നു പറയാൻ ഞാൻ തീരുമാനിച്ചു. എനിക്ക് വേണ്ടി അപ്പച്ചൻ കണ്ടെത്തിയ പെൺകുട്ടിയെ മരുമകളായി മനസ്സിൽ സ്വപ്നം കണ്ടിരുന്ന അമ്മയ്ക്ക് അതൊരാഘാതമായി.
അമ്മയുടെ ജീവൻ തിരിച്ചു കിട്ടണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അപ്പച്ചൻ എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ നാളെ വിവാഹം നടത്താൻ കഴിയില്ലെന്ന വിവരം മാളവികയെ അറിയിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും അവളെ ലൈനിൽ കിട്ടിയില്ല. മാളവികയുടെ വീട്ടിലെ ഫോൺ ഔട്ട് ഓഫ് ഓർഡർ ആയിരുന്നു. ജീവചവുമായിരിക്കുന്ന അപ്പച്ചനോട് മനസ്സുകൊണ്ട് മാപ്പ് ചോദിച്ച് ഞാൻ രജിസ്ട്രാർ ഓഫീസിലേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു. എന്നാൽ ആ യാത്ര മറ്റൊരു ദുരന്തത്തിലേക്കായിരുന്നു. സർ, എന്റെ വണ്ടി ആക്സിഡന്റ് ആയി സർ. എന്നെ ടാക്സി സ്റ്റാൻഡ് വരെ ഒന്ന് വിട്ടു തരാമോ? സോറി, എനിക്കല്പം തിരക്കുണ്ട്. സർ പ്ലീസ് സർ, എന്റെ വൈഫ് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആണ് സർ. ഇപ്പൊ ചെന്നില്ലെങ്കിൽ ഞാൻ. കേറ്. ഓക്കെ, താങ്ക് യു. മയക്കുമരുന്ന് മാഫിയയുടെ കണ്ണിയാണ് ഞാനെന്ന് ഉദ്യോഗസ്ഥർ തെറ്റിദ്ധരിച്ചു. അവരുടെ ചോദ്യം ചെയ്യൽ, മർദ്ദനമുറകൾ എല്ലാം എന്നെ ആകെ തളർത്തി. റിമാൻഡ് ചെയ്യപ്പെട്ട ഞാൻ അമ്മയുടെ മരണവിവരം അറിഞ്ഞതുപോലും അടുത്ത ദിവസമാണ്. പോലീസുകാരുടെ വലയത്തിനുള്ളിൽ നിന്നാണ് അമ്മയെ ഞാൻ അവസാനമായി കണ്ടതുപോലും. ഒടുവിൽ സംശയത്തിന്റെ ആനുകൂല്യത്തിൽ കോടതിയിൽ നിന്നും ജാമ്യം കിട്ടിയപ്പോൾ സ്വന്തം വീട് പോലും നഷ്ടപ്പെട്ട് ഒരു ബന്ധുവിന്റെ വീട്ടിൽ അഭയം തേടിയ അപ്പച്ചനെ പോലും കാണാൻ നിൽക്കാതെ മാള് താമസിച്ചിരുന്ന ആന്റിയുടെ വീട്ടിലേക്കാണ് ഞാൻ പോയത്. എനിക്ക് മാളവികയെ ഒന്ന് കാണണം. ആരാ? ഞാൻ അവളുടെ മാളുമില്ലേ ഇവിടെ? ഇല്ല, അറിഞ്ഞില്ലേ? അവളുടെ കല്യാണം കഴിഞ്ഞു. അല്ല, എങ്ങനെ അറിയാനല്ലേ? എല്ലാം രഹസ്യമായിട്ടല്ലേ നടത്തിയത്. എന്താ പേര്? അവള് വിളിക്കുമ്പോ വല്ലതും പറയണോ? ആന്റിയുടെ മറുപടിയിൽ നിന്നും ഞാനൊരു സത്യം മനസ്സിലാക്കി. എല്ലാ വിവരവും അറിഞ്ഞ മാളുവിന്റെ വീട്ടുകാർ മറ്റൊരു വിവാഹത്തിന് അവളെ നിർബന്ധിച്ചു. ഒരിക്കൽ മാളവിക പറഞ്ഞതുപോലെ ഈ ക്രിസ്ത്യാനി പയ്യനെക്കുറിച്ച് ഓർക്കാതെ അവൾ വീട്ടുകാരുടെ ഇഷ്ടത്തിന് വഴങ്ങി. ഇനി നീ പറയ്, ഞാൻ എന്ത് ചതിയാണ് ചെയ്തത്? ക്ഷമ ചോദിക്കാനുള്ള അർഹത പോലും എനിക്കില്ല. എല്ലാവരും കണ്ടതും കേട്ടതും സത്യങ്ങളായിരുന്നില്ല.
മാളു, നിന്റെ ആനന്ദ് നിന്നെ ചതിക്കായിരുന്നില്ല. എന്റെ അനുവും